മെൻ്റലിന് 2 ലിമിറ്റേഷനാണുള്ളത്. ഒന്ന് എന്താണ്? പലതരം ട്രൈറ്റുകളുണ്ട് എന്നുള്ള കാര്യം ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല? മെൻ്റലിന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. നമ്മൾ പലതരം ഓർഗാനിസത്തിനെ പറ്റി പഠിച്ചപ്പോൾ എന്താ പറ്റിയത്? പലതരം നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസുകൾ അവർ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിനൊക്കെയാണ് ഉത്തരം കിട്ടാതെ വന്നത്. അപ്പോൾ നമുക്ക് എന്ത് നോക്കണം? മെൻ്റൽ പറഞ്ഞതല്ലാതെ മറ്റ് രീതിയിൽ ഇൻഹെറിറ്റൻസ് നടക്കുമോ എന്നുള്ളത് നോക്കണം. നടക്കുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നടക്കും. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നോക്കിയേ, എന്താണ് നോൺ മെൻ്റലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് വെച്ചാൽ? നോട്ട് ഓൾ ട്രേറ്റ് ഫോളോ മെൻ്റൽസ് സിമ്പിൾ ലോ ഓഫ് ഡോമിനൻസ്. അല്ലേ, ഈ പറഞ്ഞ ലോ ഓഫ് ഡോമിനൻസ് പീ പ്ലാന്റിൽ ഓക്കെ ആയിരുന്നു, പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള ഈ വൈവിധ്യമായിട്ടുള്ള എല്ലാ മൃഗങ്ങൾക്കും ഒന്നും അത് ആപ്ലിക്കബിൾ അല്ലായിരുന്നു. അതായത് സം ട്രേറ്റ് ഷോ പാറ്റേൺ ദാറ്റ് ആർ മോർ കോംപ്ലക്സ്. അല്ലെ, കുറച്ചുകൂടി പ്രശ്നമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ട്രൈറ്റുകൾ കാണിക്കാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോൺ മെൻ്റലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ മെൻ്റലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് നോൺ മെൻ്റലിയനിൽ വരുന്നത്? 4 എണ്ണം ഉണ്ട്. ഒന്ന്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കും. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, സിമ്പിളാണ്, പഠിക്കാം. കോ ഡോമിനൻസ് കാണിക്കുന്നു, മൾട്ടിപ്പിൾ അലീലിസം കാണിക്കുന്നു, പോളിജെനിക് ഇൻഹെറിറ്റൻസും കാണിക്കുന്നു. പേരൊന്നും കേട്ട് വരളണ്ട, സിമ്പിൾ സംഭവമാണ്. നോക്കിക്കോ, സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്തുള്ളത്. ഒരു പിങ്ക് 4 മണിപ്പൂ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു പിങ്ക് എന്ന് പറയുന്ന നിറം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയേ, ഒരു ചുവന്ന പൂവും ഒരു വെള്ളപ്പൂവും, ചുവന്ന പൂവും വെള്ളപ്പൂവും, ഈ ചുവപ്പും വെള്ളയും കൂടി ക്രോസ് ബ്രീഡ് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ പൂവിൻ്റെ നിറം എന്താണ്? പിങ്കാണ്. സോ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാരണമാണ്. അതായത് ഇവിടെ റെഡ് എന്ന് പറയുന്നത് ഡോമിനൻറ്റും വൈറ്റ് എന്ന് പറയുന്ന റിസസീവുമാണ്. അതായത് ഈ പറയുന്ന പൂവിൻ്റെ നിറം തീരുമാനിക്കുന്ന ജീനാണിത്. പൂവിൻ്റെ നിറം തീരുമാനിക്കുന്ന ജീനാണിത്. ഇവിടേക്ക് ആര് വന്നു? മെസ്സഞ്ചർ RNA വന്നു. എന്നിട്ട് ചോദിച്ചു, പൂവിൻ്റെ നിറം ഏത് തീരുമാനിക്കണം? അപ്പോൾ റെഡ് പറയും, എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന പൂവാണ്, റെഡ് മതി. വൈറ്റ് പറയും, ഞാൻ ഉണ്ടാക്കുന്ന പൂവാണ്, വൈറ്റ് മതി. റെഡിന് വൈറ്റിനെ പറഞ്ഞു നിർത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു, എന്നാൽ കുറേ റെഡും എടുത്തോ, നീ കുറേ വൈറ്റും എടുത്തോ. റെഡും വൈറ്റും കൂടെ ചേരുമ്പോൾ നിറം എന്തായിട്ട് മാറി? പിങ്കായിട്ട് മാറി. mRNA നേരെ റൈബോസോമിൽ പോയിട്ട് പറഞ്ഞു, റൈബോസോമേ നീ ഉണ്ടാക്കിക്കോ, കുറച്ച് വൈറ്റും കുറച്ച് പിങ്കും കൂടി ചേർത്ത് ഉണ്ടാക്കിക്കോ. അപ്പോൾ എന്ത് പറ്റി? പൂവിൻ്റെ നിറം പിങ്കായിട്ട് മാറി. അപ്പോൾ ഒന്നും മറ്റൊന്നിനെ പൂർണ്ണമായി ഡോമിനേറ്റ് ചെയ്തില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. സെറ്റല്ലേ? അടുത്ത കേസ് എന്ന് വെച്ചാൽ കോ ഡോമിനൻസ് ആണ്. എന്തുവാണ്? കോ ഡോമിനൻസ്. കോ ഡോമിനൻസ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ടുപേരും അതുപോലെ തന്നെ രണ്ടുപേരും മ്യൂച്വലി എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. ഉദാഹരണം പശു. അതായത് പശുവിൻ്റെ തോലിൻ്റെ നിറം തീരുമാനിക്കാനുള്ള mRNA എന്ത് ചെയ്യാണ്? വന്ന് നിൽക്കുകയാണ്. അത് ആരെടുത്ത് പോയി? അത് തീരുമാനിക്കുന്ന ജീനിൽ പോയപ്പോൾ അവിടെ വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട്. ഓക്കെ, വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട്. എക്സാമ്പിൾ ഇവിടെ ബ്രൗൺ ആണോ റെഡ് ആണോ കൊടുത്തേക്കുന്നത്? വൈറ്റും ഉണ്ട് ബ്രൗണും ഉണ്ട്. ഇത് mRNA ചോദിക്കുകയാണ്, തോലിൻ്റെ നിറം വൈറ്റ് ആക്കണോ ബ്രൗൺ ആക്കണോ? അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ തല്ലൊന്നുമില്ല. വൈറ്റ് പറഞ്ഞു, കുറേ തോല് നീ വൈറ്റ് ആക്കിക്കോ. മറ്റവൻ പറഞ്ഞു, കുറേ നീ ബ്രൗൺ ആക്കിക്കോ. അപ്പോൾ mRNA പോയിട്ട് റൈബോസോമിൻ്റെ അടുത്ത് പറയും, നീ പശുവിന് തോലുണ്ടാക്കുമ്പോൾ കുറേ സ്ഥലത്ത് നീ എന്ത് ചെയ്തോ? വൈറ്റ് ഇട്ട് കൊടുത്തോ, കുറേ സ്ഥലത്ത് ബ്രൗൺ ഇട്ട് കൊടുത്തോ. രണ്ടും കൂടി മിക്സ് ഒന്നും ചെയ്യേണ്ട, സെപ്പറേറ്റ് ആയിട്ടും കിട്ടാതെ. അപ്പോൾ എന്ത് പറ്റും? വൈറ്റും ബ്രൗണും ചേർന്ന പശു ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു, അല്ലേ? അതാണ് കോ ഓപ്പറേറ്റീവ്, ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ കോ എന്ന് വെച്ച് അർത്ഥം വെച്ചിട്ട് കോ ഡോമിനൻസ് എന്ന് പറയും. ഇതെന്ന് പറയും കോ ഡോമിനൻസ് എന്ന് പറയും. ഇതൊന്നും മെൻ്റലിന് അറിഞ്ഞുകൂടായിരുന്നു, പിന്നീട് കണ്ടുപിടിച്ചതാണ്. മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കാര്യം, അല്ലെ? ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന A ഉണ്ട്, O ഉണ്ട്, AB ഉണ്ട്, പലതും ഉണ്ട്. എന്നാൽ ചില സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു RNA വന്നു, mRNA വന്നു. mRNA വന്നിട്ട് ചോദിക്കുകയാണ്, ഇവിടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സാധാരണ 2 എണ്ണേ കാണുള്ളൂ. അതായത് ഇപ്പോൾ IAയും ഉണ്ട്, IBയും ഉണ്ട്. ഈ IA എന്ന് പറയുന്നത് ഒരു ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. IB എന്ന് പറയുന്ന മറ്റൊരു ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഇവിടെ എക്സ്ട്രാ ഒരുത്തം കൂടിയുണ്ട്, I. അപ്പോൾ എന്ത് പറ്റും? ഇവൻ പറയും, നമുക്ക് 3 പേർക്കും കൂടെ ചേർന്ന് എന്ത് ചെയ്യാം? ഒരുമിച്ചൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. എന്തുണ്ടാക്കാം? ഒരുമിച്ചൊരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പോൾ എന്ത് പറ്റും? ABO എന്ന് പറയുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. എന്ത് ഫോം ചെയ്യും? ABO എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്യും. അതായത് ഒന്നിലധികം അലീലുകൾ ഉണ്ടാകുന്നു. സാധാരണ 2 ഉണ്ടാവും, എന്നാൽ 2ൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ മൾട്ടിപ്പിൾ ആയല്ലോ, 2 കൂടുതലായല്ലോ. അപ്പോൾ അതിനെന്ത് വിളിക്കും? മൾട്ടിപ്പിൾ അലീലിസോ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ബ്ലഡ് എന്ന് പറയുന്ന ABO എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഞാൻ എക്സാമ്പിളാണ് ABO എന്നിട്ടത്. AB പോസിറ്റീവോ അങ്ങനെ എന്ത് കാര്യം വേണമെങ്കിലും ആവാം. എന്ത് പറ്റും? ഒന്നിലധികം അലീലുകൾ ഉണ്ടെങ്കിൽ അവിടെ അത് 3 എക്സ്പ്രസ് ആവുന്ന സിറ്റുവേഷൻ വരാം. അതിന് മൾട്ടിപ്പിൾ അലീലിസോ എന്ന് വിളിക്കും. ഇനി ലാസ്റ്റ് വരുന്നതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ്. അതായത് സിമ്പിൾ എക്സാമ്പിളാണ് കളർ ഓഫ് ദ സ്കിൻ തീരുമാനിക്കുന്ന പരിപാടി അവിടെ നടക്കുകയാണ് സെൽ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ ഇത് തീരുമാനിക്കാനുള്ള മെസ്സഞ്ചർ RNA വന്നിട്ട് ചോദിക്കുമ്പോൾ
ദേ ഒരു ജീൻ വന്നിട്ട് പറയും ഞങ്ങളാണ് എന്ത് തീരുമാനിക്കുന്നത്, കളർ തീരുമാനിക്കുന്നത്. അപ്പം മറ്റൊരു ജീൻ വന്നിട്ട് പറയും അല്ല DNA ഞങ്ങളെ എന്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, ഈ പറയുന്ന കളർ തീരുമാനിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം ജീനുകൾ, പോളിജെനിക്, ഒന്നിലധികം ജീനുകൾ, 1, 2, 3 ജീനുകളാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അടുത്തവനും വന്നിട്ട് പറഞ്ഞു ഇല്ല ഞാനുമാണ് എന്ത് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ mRNAക്ക് മൊത്തത്തിൽ കൺഫ്യൂഷനായി. അപ്പോൾ mRNA പറയുന്നത് ശരി നീയും തീരുമാനിക്കും, നിനക്കൊക്കെ 3നും വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഓരോ ടൈപ്പ് സ്കിൻ കളറുകൾ ഉണ്ടാക്കാമെന്ന് തീരുമാനിക്കും. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് മോർ ദാൻ 1 ജീൻ കൺട്രോൾ ദ കളർ, അല്ലെ ഒന്നിലധികം ജീനുകൾ അവിടെ എന്ത് ചെയ്യാണ് ഒരേ കാര്യം. നമ്മളിപ്പോൾ മെൻ്റൽ പറഞ്ഞതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെ മെൻ്റൽ എന്താ പറഞ്ഞത്, ഒരു ഓർഗാനിസത്തിനകത്ത് ഒരു ട്രേറ്റ് തീരുമാനിക്കാൻ ഒരു സെറ്റ് ഓഫ് ജീന് മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ പിന്നീട് പഠനം നടത്തിയപ്പോൾ മനസ്സിലായി ഒന്നല്ല ഒന്നിൽ കൂടുതലും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പോളിജെനിക് എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മുടെ മെൻ്റൽ എണ്ണം പറഞ്ഞതിനും അതീതമായിരുന്നു. സോ അതുകൊണ്ട് ഇതിനെയൊക്കെ നോൺ മെൻ്റലീൻ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നു. എന്തൊക്കെയാണ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, അല്ലേ 2 എണ്ണം ഉണ്ടാവുന്നു, അല്ലേ ദ ഡോമിനൻ്റ് അലി ഡസ് നോട്ട് കംപ്ലീറ്റ്ലി മാസ്ക് ദ റിസസീവ് ക്യാരക്ടർ, അല്ലേ അതായത് റെഡിന് പൂർണ്ണമായും വൈറ്റിനെ മറച്ചു വയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ റെഡും വൈറ്റും കൂടെ ചേർന്ന് എന്തായി, പിങ്ക് ആയിട്ട് മാറി, ബ്ലെൻഡ് ഉണ്ടായി. അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. കോഡോമിനൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ബോത്ത് അലീൽസ് ആർ ഈക്വലി എക്സ്പ്രസ്ഡ്, അല്ലെ സൈഡ് ബൈ സൈഡായിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടും വരുന്നു. അപ്പോൾ എന്ത് പറ്റി, റെഡും വൈറ്റും നിറമുള്ള അതിനെയാണ് നമ്മൾ റോൺ കോട്ട്, ഈ ROAN കോട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഈ പാച്ചായിട്ട് ഉള്ള നിറം പശുക്കളിലൊക്കെ കാണാറുണ്ടല്ലോ, അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഈ റോൺ കോട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കാണുന്നത് എന്ത് കാരണമാണ്, കോഡോമിനൻസ് കാരണമാണ്. രണ്ടുപേരും ഉണ്ട്. മൾട്ടിപ്പിൾ അലീൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കേസിൽ അല്ലെ എന്ത് പറ്റുന്നു, ജീൻ ഹാസ് മോർ ദാൻ 2 അലീൽസ്, അല്ലെ ഒന്നിലധികം ആൾക്കാർ കൺട്രോൾ ചെയ്യാൻ വരുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, മൾട്ടിപ്പിൾ അലീലിസം എന്ന് വിളിക്കുന്നത്. ഇനി പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ജീനുകൾ എന്തുണ്ട്, കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ മെലാനിൻ്റെ പ്രൊഡക്ഷൻ, അതുകൊണ്ടാണ് വേരിയസ് സ്കിൻ ടോൺസ് മനുഷ്യർ ഉണ്ടാകുന്നത്. ഇത്രയും കഴിയുമ്പോഴത്തേക്കും എന്ത് തീർന്നു, ഹെറിഡിറ്റി തീർന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വേരിയേഷനെ പറ്റിയിട്ടാണ്. അതായത് ഓഫ്സ്പ്രിങ്ങുകൾക്ക് പാരൻസിന് അല്ലാത്ത ക്യാരക്ടേഴ്സ് വരുന്നതിനെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ഓർഗാനിസത്തിൽ വേരിയേഷൻ ഉണ്ടാക്കാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന് ഗ്യാമേറ്റ് ഫോം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രോസിംഗ് ഓവറും, മറ്റൊന്ന് മ്യൂട്ടേഷൻ. എന്താണ് മ്യൂട്ടേഷൻ? നമുക്കതിൽ ആദ്യത്തെ പരിപാടി നോക്കാം. നോക്കി, ജെനറ്റിക് പ്രോസസ്സ് നിങ്ങൾക്ക് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ക്രോമസോം എന്ന് പറയുന്നത് 46 എണ്ണം ഉണ്ട്. ഓക്കെ, പക്ഷേ ഒരു ഓർഗാനിസം ഉണ്ടാവുന്നത് അച്ഛനും അമ്മയും ചേർന്നിട്ടാണ്. അപ്പോൾ അച്ഛനും 46 ഉണ്ട്, അമ്മയ്ക്കും 46 ഉണ്ടെങ്കിൽ രണ്ടും കൂടി ചേരുമ്പോൾ എത്ര എണ്ണം ആവും, മനുഷ്യനല്ലാതെ വേറെ എന്തെങ്കിലും ഓർഗാനിസം ആവും. അപ്പോൾ അത് ശരിയാവോ, ഇല്ല. സോ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 46 ക്രോമസോമുള്ള അച്ഛനും അമ്മയും ഇവരുടെ ഗ്യാമേറ്റുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇതിൻ്റെ എണ്ണം പകുതിയായിട്ട് മാറും. എത്രയായിട്ട് മാറും, 23 ആയിട്ട് മാറും. എത്രയായിട്ട് മാറും, 23 ആയിട്ട് മാറും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ മിയോസിസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇതിനാണ് എന്ത് വിളിക്കുന്നത്, മിയോസിസ് എന്ന് പറയുന്നത്. അതായത് സെൽ ഡിവിഷൻ്റെ ഒരു ടൈപ്പ് സെൽ ഡിവിഷനാണ് മിയോസിസ് സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഗ്യാമേറ്റ് ഉണ്ടാകും. അതായത് പുരുഷന്മാരിൽ സ്പേം ഉണ്ടാകുമ്പോഴും സ്ത്രീകളിൽ ഓവം ഉണ്ടാകുന്ന സമയത്ത്, നിങ്ങൾ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ പഠിക്കും അല്ലേ, മെയിലിൻ്റെത് സ്പേമും ഫീമെയിലിൻ്റെത് ഓവമാണ്. ഈ പറയുന്ന സ്പേമും ഓവവും കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, പുതിയൊരു കുട്ടി ഉണ്ടാവുന്നത്. ഓക്കെ, മനുഷ്യൻ്റെ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. അപ്പോൾ ഈ പുതിയ കുട്ടി ഉണ്ടാകുമ്പോൾ 46 ചേർന്നാൽ പറ്റൂലല്ലോ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 46 എണ്ണമുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 23 ഉള്ളതായിട്ട് മാറും. അടുത്ത് ഇവിടുത്തെ 46 23 മാറും. ഇത് രണ്ടും കൂടെ പരസ്പരം ചേരുമ്പോഴാണ് 46 ഉള്ള ചൈൽഡ് ഉണ്ടാവുന്നത്. ഇത്രയും മനസ്സിലാവുമല്ലോ. ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് നടക്കുന്നൊരു പ്രോസസ്സാണ് എന്ത്, ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അതായത് ഗ്യാമേറ്റ് ഉണ്ടാവാൻ പോവുകയാണ്. ഒരു പുരുഷനും സ്ത്രീയും പ്രായപൂർത്തിയൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ദേഹത്ത് ഈ പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടാകുന്ന സമയത്ത് എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. എൻ്റെ സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോം. സെൽ ഡിവിഷൻ ഉണ്ടാകാൻ പോകുന്ന സമയത്ത് ഈ ക്രോമസോമുകളൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച ഷേപ്പിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മുടെ ഒരാളുടെ ശരീരത്തിനകത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്രോമസോമും ഉണ്ട്, അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ക്രോമസോമും ഉണ്ട്. അപ്പോൾ ഒരേപോലെയുള്ള അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ക്രോമസോമും അമ്മയുടെ കിട്ടിയ ക്രോമസോമും ഇതുപോലെ പരസ്പരം അടുത്തടുത്ത് വന്ന് നിൽക്കും. ഇതിനാണ് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം എന്ന് പറയുന്നത്. ഒരേപോലത്തെ ക്രോമസോം സെൽ ഡിവിഷൻ്റെ സമയത്ത് ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിൽക്കും. എന്നിട്ട് ഇതിലെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യും. ഇതാ കണ്ടോ, ഇവൻ ഇങ്ങോട്ട് ക്രോസ് ചെയ്യും, ഇവൻ ഇങ്ങോട്ടും കുറേ സാധനങ്ങൾ ക്രോസ് ചെയ്യും. എന്നിട്ടുണ്ടാകുന്ന പുതിയ സെല്ല് നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ, ഈ വൈറ്റ് ആയിരുന്നു ഇത്രയും, ഇവിടെ എത്തിയപ്പോൾ എന്ത് പറ്റി, വൈറ്റും കുറച്ച് യെല്ലോയും ആയി.
ഇത്രയും പിങ്ക് ആയിരുന്നു, പിങ്കിൻ്റെ ഇടയിൽ കുറേ യെല്ലോ കയറി, യെല്ലോയുടെ ഇടയിൽ കുറേ പിങ്ക് കയറി, യെല്ലോയുടെ ഇടയിൽ കുറേ വൈറ്റ് കയറി. അപ്പോൾ ഒരേ ക്രോമസോമിൽ കുറച്ച് സീക്വൻസുകൾ, അതായത് ഇപ്പോൾ നമുക്ക് ADCK എന്ന് പറഞ്ഞിങ്ങനെ കോഡ് എഴുതിയിരിക്കൂലേ, അതിൽ കുറേ കോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് കോപ്പി പേസ്റ്റും ചെയ്യുന്നു എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. നോക്കിയത് പോയിന്റ് ഓഫ് കോൺടാക്ട് ഓഫ് ദ പെയറിംഗ് ക്രോമസോം ഈസ് കാൾഡ് ചിസം. ഓക്കെ, ചിയാസ്മ എന്ന് പറയും. എന്ത് പറയും? ഇപ്പോൾ എന്ത് പറയും നോക്കിയോ, ഈ പറയുന്ന രണ്ട് ക്രോമസോമുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് വിളിക്കും? അതിനെ ചിയാസ്മ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ചിയാസ്മ എന്ന് വിളിക്കും. ഉച്ചാരണത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. അച്ഛൻ്റെ ക്രോമസോം ഇങ്ങനെ ഇരിക്കുകയായിരിക്കും, ഒരു സെല്ലിനകത്ത് നടക്കുന്ന കാര്യമാണ്. അതേപോലെ ഐഡൻറ്റിക്കലായിട്ടുള്ള എന്തുണ്ടാകും? അമ്മയുടെ ഒരു ക്രോമസോം നമ്മുടെ കയ്യിൽ ഉണ്ടാകും, അമ്മയുടെ ഒരു ക്രോമസോം നമ്മുടെ കയ്യിൽ ഉണ്ടാകും. ഈ പറയുന്ന സെൽ ഡിവിഷൻ ആകുന്ന സമയത്ത് ഒരേപോലത്തെ ഐഡൻറ്റിക്കൽ ഹോമോലോഗസ് പെയറുകൾ പരസ്പരം ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ അടുത്തടുത്ത് വന്നിട്ട് ഇവൻ്റെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് ഇവന് കൊടുക്കും, എന്നിട്ട് ഇവൻ്റെ പീസ് കട്ട് ചെയ്ത് ഇവന് കൊടുക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ജീനുകൾ മാറും. അപ്പോൾ ജനറ്റിക് കോഡ് എഴുതി വച്ചേക്കുന്ന കോഡിൽ കുറച്ച് സാധനങ്ങൾ പുതുതായിട്ട് ആഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഓഫ് സ്പ്രിങ്ങിൽ വേരിയേഷൻ ഉണ്ടാകുന്നത്. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. അച്ഛന് ചുരുളൻ മുടിയാണ് ഉണ്ടായത്, കേളി ഹെയർ ആണ് ഉണ്ടായത്. അമ്മയ്ക്ക് ലോങ് മുടിയാണ് ഉണ്ടായത്. ഈ കേളി ഹെയറും ലോങ് ഹെയറും കൺട്രോൾ ചെയ്യുന്ന ജീനുകളാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂട്ടേറ്റ് ചെയ്തതെങ്കിൽ ചിലപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന കേളിയും അല്ല ലോങ്ങും അല്ല, രണ്ടും കെട്ടൊരു ടൈപ്പ് മുടിയായിരിക്കും ആർക്ക് വരുന്നത്? കുട്ടിക്ക് വരുന്നത്. ചിലപ്പോൾ ഈ കേളി ഹെയർ ലോങ് ഹെയറും കൂടി ചേർന്നിട്ട് രണ്ടിൻ്റെയും ഒരു ഇൻ്റർമിക്സ് ആയിരിക്കും കുട്ടിക്ക് വരുന്നത്. അപ്പോൾ അച്ഛന് കേളി, അമ്മയ്ക്ക് ലോങ്, രണ്ടുപേർക്കും ഇല്ലാത്തതാണ് ഈ പറയുന്ന രണ്ടിനും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു സ്വഭാവം. അതായത് പാർക്കിട്ട് കുട്ടിക്കിട്ട്. കാരണം എന്താണ്? കോഡ് എഴുതി വെച്ചേക്കാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു കോഡ് എഴുതി വെച്ചേക്കാണ്. അതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് തൊട്ടപ്പുറത്ത് വയ്ക്കും, അവൻ്റെ ഭാഗം കട്ട് ചെയ്ത് ഇപ്പുറത്ത് വയ്ക്കും. ഇതിനാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനാണ് എന്ത് വിളിക്കുന്നത്? ക്രോസിംഗ് ഓവർ. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ കാരണം എന്ത് പറ്റാം? ഈ കുട്ടികളിൽ ഈ പറയുന്ന വേരിയേഷൻ ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നമ്മുടെ നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് ഫുള്ള് ഞാനൊരു ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ. അപ്പോൾ ഇനി ജനറ്റിക് പ്രോസസ്സിലെ വേരിയേഷനാണ് പറയുന്നത്. രണ്ട് രീതികളുണ്ടാകും. ആദ്യത്തെ പ്രോസസ്സാണ് ക്രോസിംഗ് ഓവർ. എന്താണ് ക്രോസിംഗ് ഓവർ? ക്രോസിംഗ് ഓവർ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ജനറ്റിക് മെറ്റീരിയൽ ആണല്ലോ DNA എന്ന് പറയുന്നത്, അതിൻ്റെ എക്സ്ചേഞ്ച് ആണ്. ആർക്ക്? ബിറ്റ്വീൻ ദ ഹോമോലോഗസ് ക്രോമസോം ഡ്യൂറിങ് മിയോസിസ്. എന്ന് വെച്ചാൽ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. എപ്പോൾ? ഒരേപോലെയുള്ള ക്രോമസോമുകൾക്കിടയിൽ ഡ്യൂറിങ് മിയോസിസ്. മിയോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാമേറ്റ് ഉണ്ടാവുന്ന സമയത്തുണ്ടാവുന്ന സെൽ ഡിവിഷനെ വിളിക്കുന്ന പേരാണ് മിയോസിസ്. എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. മിയോസിസ് നടക്കും. ദ പ്രോസസ് ഓഫ് ഫോമിങ് സെക്സ് സെൽ, അല്ലെ, സ്പെർമും എഗ്ഗും ഉണ്ടാകുന്ന പ്രോസസ്സാണ് മിയോസിസ് എന്ന് പറയുന്നത്. ഹോമോലോഗസ് ക്രോമസോമിനകത്ത് എന്ത് പറ്റുന്നു? പാർട്ട് ഓഫ് ദ ക്രോമാറ്റിഡ് ബ്രേക്ക് ചെയ്തിട്ട് പരസ്പരം പ്ലേസസ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നു. അങ്ങനെ പുതിയ കോമ്പിനേഷൻ ഓഫ് ജീൻ ഉണ്ടാകുന്നു. ഇതാണ് ജനറ്റിക് വേരിയേഷൻ്റെ കാരണമാവുന്നത്. അതായത് ഒരേപോലത്തെ സിബ്ലിങ്സ്, അല്ലെ, ഒരേ അച്ഛൻ്റെ അമ്മയുടെ സിബ്ലിങ്സ് വ്യത്യസ്തമായിട്ട് കാണപ്പെടുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. കാരണം ഒരാൾ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ നടന്ന ക്രോസിംഗ് ഓവർ പോലെ ആയിരിക്കണമെന്നില്ല രണ്ടാമത്തെ കുട്ടി ഉണ്ടായപ്പോൾ നടന്ന ക്രോസിംഗ് ഓവർ. അതുകൊണ്ട് അനിയൻ ചേട്ടനും ഒരേ അച്ഛൻ്റെ അമ്മയുടെ മക്കൾ രണ്ട് രീതിക്ക് കാണപ്പെടുന്നത്. ചിലപ്പോൾ കുറേ ക്യാരക്ടേഴ്സ് ഒരുപോലെ ആയിരിക്കാം, കുറേയൊക്കെ എന്ത് ചെയ്യുക മാറ്റം വരുന്നതും ഇതിൻ്റെ വ്യത്യാസമായിരിക്കാം. നമ്മുടെ പോപ്പുലേഷനിൽ ഈ പറയുന്ന വ്യത്യസ്തത ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ പറയുന്ന ക്രോസിംഗ് ഓവറാണ്. സെറ്റല്ലേ? ലാസ്റ്റ് ഭാഗം ഇനി മറ്റൊരു രീതിയിൽ നടക്കാം. അതിനെ മ്യൂട്ടേഷൻ എന്ന് വിളിക്കും. അതായത് ഒരു ജനറ്റിക് കോഡ് എഴുതിയപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് ഈ കോഡിൽ എന്ത് പറ്റാം? മാറ്റങ്ങൾ സംഭവിക്കാം. എന്തൊക്കെ കൊണ്ട്? എററിനെയാണ് നമ്മൾ ഈ മാറ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ കൊണ്ട് സംഭവിക്കാം? ചില കെമിക്കലുകളുടെ ഉപയോഗം കൊണ്ട്, നമ്മൾ റേഡിയേഷൻ ഉണ്ടാകുന്നതുകൊണ്ട്. നമ്മൾ ആറ്റം ബോംബ് പൊട്ടിയപ്പോൾ റേഡിയേഷൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നില്ലേ? ഈ റേഡിയേഷൻ ഉണ്ടാകുന്നതൊക്കെ കൊണ്ട് എന്ത് സംഭവിക്കാം? മ്യൂട്ടേഷൻ സംഭവിക്കാം. നല്ല രീതിയിലും ഇത് സംഭവിക്കാം, മോശം രീതിയിലും ഇത് സംഭവിക്കും. അപ്പോൾ എന്താ മ്യൂട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. ഡെഫിനിഷൻ പഠിച്ചോളാം. എന്താ മ്യൂട്ടേഷൻ? മ്യൂട്ടേഷൻ ഈസ് ദ സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകുന്ന സഡൻ ചേഞ്ചിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, മ്യൂട്ടേഷൻ എന്തുകൊണ്ടുണ്ടാവാം? നാച്ചുറലി ഉണ്ടാകാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവാം. നാച്ചുറലി ഉണ്ടാകുന്ന പ്രശ്നമില്ല, പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള റേഡിയേഷൻ, നമ്മൾ എക്സ്റേ, UV റേസിലൊക്കെ ഉണ്ടാകുന്ന റേഡിയേഷൻ, അതുപോലെ ചില കെമിക്കലുകളുടെ ഉപയോഗം, സ്മോക്ക്, പൊല്യൂഷൻ, അല്ലെങ്കിൽ വൈറസ് കാരണമൊക്കെ എന്ത് സംഭവിക്കാം? നമ്മുടെ DNAയിൽ ഈ പറയുന്ന മ്യൂട്ടേഷൻ സംഭവിക്കാം. ഈ മ്യൂട്ടേഷൻ കാരണം ജീനുകളിൽ ചേഞ്ച് ഉണ്ടാകും. അത് കാരണം എന്ത് പറ്റും? നമ്മുടെ ജനറ്റിക് മേക്കപ്പ് തന്നെ മാറാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റം ബോംബ് പൊട്ടി ഹിരോഷിമയിലും നാഗാസാക്കിയിലും പിന്നീട് ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ അതിൽ സർവൈവ് ചെയ്ത ആൾക്കാരുടെ ദേഹത്തോട്ട് റേഡിയേഷൻ അടിച്ചു കയറി. ഈ അടിച്ചു കയറുന്ന റേഡിയേഷൻ കാരണം അവരുടെ ജനറ്റിക് കോഡ് തന്നെ മാറിപ്പോയി. അപ്പോൾ ഈ പറയുന്ന ക്രോസിംഗ് ഓവറൊക്കെ വളരെ തെറ്റായിട്ട് സംഭവിക്കുമ്പോൾ ചിലപ്പോൾ കുട്ടിയുടെ കൈ ഉണ്ടാകണമെന്ന് പറയേണ്ട, കൈ നിർമ്മിക്കപ്പെടണമെന്ന് പറയേണ്ട ജീനായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോയതോ അതിലെന്തെങ്കിലും തെറ്റ് സംഭവിച്ചതോ സംഭവിക്കാം.
അപ്പോൾ ഉണ്ടാകുന്ന കുട്ടിയിൽ എന്ത് പറ്റും? ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടാകും. ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറഞ്ഞു, പക്ഷേ നിങ്ങൾ എത്രത്തോളം ഇൻറ്റൻസ് ആണെന്ന് ആലോചിക്കണം. അപ്പോൾ ഇതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതുകൂടെ പറയുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുക.